ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ, അതായത് എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും പ്രദക്ഷിണം വയ്ക്കുന്നതിന് കൃത്യമായ ചില ആചാരങ്ങളും രീതികളുമുണ്ട്. ഭഗവത് അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രദക്ഷിണം ചെയ്യേണ്ട രീതി: വലത്തോട്ട് വയ്ക്കുക. പ്രദക്ഷിണം എല്ലായ്പ്പോഴും ഭഗവാനെ നമ്മുടെ വലത്ത ഭാഗത്ത് വരുന്ന രീതിയിൽ വേണം ചുറ്റാൻ. അതായത് ശ്രീകോവിലിൻ്റെ ഇടതുവശത്തുകൂടെ തുടങ്ങി വലത്തോട്ട് നടക്കുക. നടത്തത്തിൻ്റെ വേഗത വളരെ വേഗത്തിൽ ഓടാനോ അതിയായി പതുക്കെ നടക്കാനോ പാടില്ല. ഒരു ഗർഭിണി കയ്യിൽ എണ്ണ നിറച്ച പാത്രവുമായി നടക്കുമ്പോൾ എത്രത്തോളം ശ്രദ്ധിക്കാമോ അത്രയും ശാന്തമായും ഭക്തിപൂർവ്വം വേണം പ്രദക്ഷിണം വയ്ക്കാൻ എന്നാണ് ആചാരം. കൈകൾ കൂപ്പുക. കൈകൾ നെഞ്ചിനോട് ചേർത്ത് അഞ്ജലി നിബദ്ധമായി വേണം നടക്കാൻ, അതായത് കൂപ്പിപ്പിടിച്ച്. മനസ്സിൻ്റെ ഏകാഗ്രത: പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഭഗവാന്റെ നാമങ്ങളോ മന്ത്രങ്ങളോ ജപിക്കുക. മറ്റ് ലൗകിക കാര്യങ്ങൾ സംസാരിക്കരുത്. എത്ര പ്രദക്ഷിണം വയ്ക്കണം? ഓരോ ദേവതമാർക്കും നിശ്ചിത എണ്ണം പ്രദക്ഷിണങ്ങൾ ഉണ്ട്. ശ്രീകൃഷ്ണന് 3 പ്രദക്ഷിണങ്ങളാണ് സാധാരണയായി കൽപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ശ്രീകോവിലിൻ്റെ പുറകിൽ വന്ദിക്കുക. വിഷ്ണു ക്ഷേത്രങ്ങളിൽ ശ്രീകോവിലിൻ്റെ പുറകിൽ ഭാഗവത രൂപത്തിലോ അനന്തശയന രൂപത്തിലോ ഉള്ള സങ്കല്പങ്ങൾ ഉണ്ടാകും. അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. വെള്ളിക്കല്ലുകൾ ചവിട്ടരുത്. ക്ഷേത്രമുറ്റത്തുള്ള വെള്ളിക്കല്ലുകളിലോ ചെറിയ വെള്ളിക്കല്ലുകളിലോ യാതൊരു കാരണവശാലും കാൽ തട്ടാനോ ചവിട്ടാനോ പാടില്ല. ഇനി അങ്ങനെ ചവിട്ടുകയോ തട്ടുകയോ ചെയ്താൽ അത് തലയിൽ തൊട്ട് വയ്ക്കാനും പാടില്ല. ഓവുചാൽ, അതായത് തീർത്ഥവാഹിനി മുറിച്ചു കടക്കൽ: ശിവക്ഷേത്രങ്ങളിൽ ഓവുചാൽ മുറിച്ചു കടക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. അവിടെ പ്രദക്ഷിണം പകുതി വെച്ച് മടങ്ങണം. എന്നാൽ കൃഷ്ണക്ഷേത്രങ്ങളിൽ പൂർണ്ണമായി ചുറ്റി പ്രദക്ഷിണം വയ്ക്കാവുന്നതാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അല്പനേരം ക്ഷേത്രമുറ്റത്ത് ശാന്തമായി ഇരിക്കുന്നത് ദർശന പുണ്യം പൂർണ്ണമാക്കാനും സാധിക്കും എന്നാണ് വിശ്വാസം.